നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. CPMന്റെ പുതിയ നീക്കങ്ങൾ കണ്ടാൽ പാർട്ടി ബംഗാളിലെ മമതാ സർക്കാരിനെ മാതൃകയാക്കുകയാണോ എന്ന് തോന്നാം. ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിക്കുന്നു, മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കുന്നു, ഹിന്ദുക്കളെ തള്ളിപ്പറയുന്നു. ഇതൊക്കെയാണ് CPM ഇപ്പോൾ ചെയ്യുന്നത്. ക്രിമിനൽ കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് CPM എടുത്തിട്ടുണ്ടെങ്കിലും ഒരു മന്ത്രി തന്നെ നേരിട്ടെത്തി കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത് ആദ്യ സംഭവം. പത്തനംതിട്ട മലയാലപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെയാണ് CPM മാലയിട്ട് സ്വീകരിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ് ഗംഭീര സ്വീകരണം ഒരുക്കിയത്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് മാലയിട്ട് ശരണിനെ സ്വീകരിച്ചത്. ഇയാൾ ഉൾപ്പെടെ 60 പേരാണ് പാർട്ടിയിൽ ചേർന്നത്. കാപ്പ കേസിലും ഒട്ടേറെ ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ഇഡ്ലി എന്ന് വിളിപ്പേരുള്ള ശരൺ ചന്ദ്രൻ. കാപ്പ് ചുമത്തിയ ഇയാൾ സ്ഥിരമായി ക്രിമിനൽ കേസിൽ ഉൾപ്പെടാറുണ്ട്. ഇതോടെ ഇയാളെ അറസ്റ്റ് ചെയ്തു. നാട് കടത്താതിരുന്നതിനാൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശരൺ വീണ്ടും ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടതോടെ വീണ്ടും അറസ്റ്റിലായി. ഇക്കഴിഞ്ഞ 23-നാണ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ മുസ്ലിം സമുദായത്തെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ പദ്ധതികൾ തയ്യാറാക്കണമെന്ന് CPM. പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കണം. SNDP യോഗം നേതൃത്വത്തിന്റെ നീക്കം സംശയകരമാണെന്നും പ്രതിരോധിക്കണമെന്നും ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് പോവുകയാണെന്നും കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. താഴെത്തട്ട് മുതൽ മുകളിലത്തെ തലം വരെയുള്ള പാർട്ടി നേതാക്കളുടെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റം സാധാരണ ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയതായും റിപ്പോർട്ടിലുണ്ട്. കേരളത്തിൽ BJP വലിയ വളർച്ചയാണ് കൈവരിക്കുന്നതെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു. ആലപ്പുഴയിലും ആറ്റിങ്ങലിലും അടക്കം നിരവധി മണ്ഡലങ്ങളിൽ CPMന്റെ പരമ്പരാഗത വോട്ടുകൾ BJPയിലേക്ക് പോയി. ആറ്റിങ്ങലിൽ പരാജയപ്പെട്ടത് ചെറിയ വോട്ടിനാണെങ്കിലും BJP CPMന്റെ വോട്ട് വിഹിതത്തിന് അടുത്തെത്തി. തൃശൂരിൽ കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും BJPക്ക് ലഭിച്ചതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണം. ജാതി വർഗീയ സംഘടനകളാണ് CPMനെ പരാജയപ്പെടുത്തിയത്. ഈഴവ സമൂഹത്തിന്റെ പ്രബല സംഘടനയായ SNDP BJPക്കായി പ്രവർത്തിച്ചു. മുസ്ലിം സമൂഹവുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ വോട്ട് സമാഹരിക്കാൻ പാർട്ടി ശ്രമിക്കണം. മുസ്ലിം പ്രീണനം എന്ന പ്രചാരണം തെറ്റാണെന്ന് സ്ഥാപിച്ചെടുക്കണം. ഹിന്ദു വികാരങ്ങളും ജാതി ഘടകങ്ങളും മറ്റു സീറ്റുകളും പാർട്ടി വോട്ട് ബാങ്കിനെ ബാധിച്ചു. BJPയുടെയും RSSന്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വിജയം കൈവരിക്കാൻ സാധിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പ് ചൂണ്ടിക്കാട്ടി വോട്ട് സമാഹരിക്കാൻ BJPക്കായി. 10 വർഷം കൊണ്ട് BJPയുടെ വോട്ട് വിഹിതം ഇരട്ടിയായി. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിച്ചതാണ് CPM പരാജയത്തിന് കാരണം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.